വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ബീച്ചിലെത്തിയ ബീച്ചിൽ നിന്ന് കുറച്ച് എന്താ പറയുക ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിനിയേച്ചറൊക്കെ വെച്ചിട്ട് കുറച്ച് ഷൂട്ടും പരിപാടിയൊക്കെയാണ്. ബാഗിൽ ഐറ്റംസ് ബാഗിൽ ഇനിയും ടോയ്സൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് ഇനി ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആണ്. എന്താ പറയുക, വേറെ ഇന്നത്തെ എന്തെന്നാ ചേതകിൻ്റെ ഷൂട്ട് രാവിലത്തേനും പകരം ഉച്ചയ്ക്ക് ശേഷത്തേക്കാക്കി. ചില സാങ്കേതിക കല്യാണ കാര്യങ്ങൾ കൊണ്ട് ടൈം മാറ്റി ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ഷൂട്ടിങ്ങൊക്കെ ചെയ്യല്ലേ. ഞാൻ ഇനി ഉള്ളിലുണ്ട്, ബാഗിലുണ്ട്. നല്ല റീലായിട്ട് ഇറക്കും. അതിനെ കൊണ്ട് ബൈക്ക് സൈഡ് പാർക്ക് ചെയ്യണം. ഇതിങ്ങനെ വെച്ചാൽ വണ്ടി നിൽക്കൂല, അങ്ങോട്ടേക്ക് ചേർന്നിട്ടായിരിക്കും. ഇതിങ്ങനെ വെച്ചിട്ടാണ് തിരിച്ച് വണ്ടി ഇങ്ങനെ വളച്ച് വെക്കണം. വീടെടുക്കാനൊക്കെ ഇത്രയും കഷ്ടപ്പാടാണ്. നട്ടുച്ചയ്ക്ക് വന്നിരിക്കും. എപ്പോൾ മലയിൽ പോയാലും നട്ടുച്ചാണ്, ബീച്ചിൽ പോയാലും നട്ടുച്ചയ്ക്ക് കഷ്ടപ്പാട് തന്നെ. വീഡിയോ ഷോട്ടിനിടെ മണ്ണിടിഞ്ഞ് വീണ് പരിക്കിലായി. വന്ന് തെര വന്ന് അടുത്ത പെടുന്ന് ഞാൻ ഇടിഞ്ഞു. എന്നെക്കൊണ്ട് പറ്റൂല. അന്നെ കൊണ്ട് പറ്റൂലടാ, പറ്റൂല. ഇത് കടന്നു പോകാനാണ്. 300 റുപ്യക്ക് എണ്ണ മേടിച്ചതിൻ്റെ കഴപ്പാ നീ കാ നിങ്ങൾ. സൂര്യ പോണ്ടറാ. റുപ്യേൻ്റെ കഴപ്പ്. ഇതിൻ്റെ ABS എങ്ങനെ ഓഫാക്കുക വെച്ചാൽ 10 സെക്കൻഡ് അമർത്തി പിടിക്കുക. എന്നിട്ട് 10 സെക്കൻഡ് കിട്ടാൻ ഒന്നുകൂടി കാണിച്ചത്. ഇപ്പോൾ ഫസ്റ്റ് ഓൺ ചെയ്യുക, എന്നിട്ട് ABSൻ്റെ സ്വിച്ച് പ്രസ് ചെയ്ത് പിടിക്കുക. ലൈറ്റ് കണ്ടോ ABSൻ്റെ? എന്നിട്ട് വിട്ടാൽ ഓഫായില്ല. ഒന്നുകൂടി കാണിച്ചു തരാം. 1 2 3. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണ്. 7 8 9 ABS ഓഫാകുന്നില്ല. ഒന്നുകൂടി ഇതാണ് 10 സെക്കൻഡ് പ്രസ് ചെയ്ത് 1 2 3 4 5 6 7 8 9 10
എന്തെങ്കിലും പണ്ടേ ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ആചരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പോക്ക് വരും. എല്ലാം ശരി, എല്ലാം ശരിയാവും. ഇന്നലെ രാത്രി കൂടി ശരിയാക്കിയതാ. നടക്കുന്നില്ല. 15 റണ്ണേ ഉള്ളൂ. 10+5. +5. How to on or off ABS on Himalaya? നടക്കുമോ? കീറിടാൻ പറഞ്ഞു ന്യൂട്രലുള്ള. ബാക്കിയുള്ളവർ ഡോണറ്റ് ആക്കുമ്പോൾ നമ്മൾ ഉഴുന്നുവടാക്കും. അതോടെ ഒച്ച കേൾക്കുന്നത് കീന്നൻ്റെ ഒച്ച. പിള്ളേച്ചോ പോലെ എന്തോ പറ്റിയ അവിടെ. അയ്യോ അയ്യോ. ഇതിപ്പോൾ വണ്ടി എടുക്കുക, എൻ്റെ ഹെൽമെറ്റ്, ഇതൊക്കെ ബാഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മിനിയേച്ചേഴ്സ് കണ്ടന്റ് എടുക്കാനുള്ള പുറപ്പാടില്ല. 3-4 കാറുണ്ട്. അനിയൻ്റെ 2 കാറെടുത്ത് ഞാൻ തന്നെ മേടിച്ചു കൊടുത്തതാണ്. ഓനെ എടുക്കുന്നില്ല വെറുതെ. അയ്യോ നമുക്ക് മാമുണ്ണം പോണം. വണ്ടി കൈ കേട്ടോ. നാളെ ആഫ്റ്റർ ബീച്ച് വാഷ് എന്നുള്ള കണ്ടന്റ് ഉണ്ടാവും. ലഗിന് കളിക്കും, ലഗിന്. ഇറങ്ങി പിടിക്ക്. ഞാനൊന്നും കാണുന്നില്ല. അവിടെ ഇതടക്കം കിട്ടിക്കണ. ഇറങ്ങി
എടാ ഞാൻ നിക്കുന്നല്ലാതെ ഫോണ് പിടിക്കാൻ പറ്റില്ല എനിക്ക്. ഞാൻ പറഞ്ഞു അപ്പൊ ചെറുതായിട്ടൊന്ന് സൈഡ് വണ്ടി ചെരിഞ്ഞിക്കുള്ളും വേറൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഇതൊക്കെ ഓഫ് റോഡിങ്ങിന്റെ ഒരു എന്താ പറയാ സംഭവമല്ലേ, ഭാഗമാണ്, വേറൊന്നും പറയാനില്ല. ഇനി അടുത്ത ബീച്ച് അത്ര കുയിലേക്ക് റോഡിലൊന്നും ഇവിടെ ദൂരമില്ല, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ഷൂട്ടിന് പോവാം. നീ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ചേതക്കിൻ്റെ ഷൂട്ടിന് പോവാം. സൈനിങ് ഓഫ്. കല്ല് കിട്ടുമോ ഒരു പരിപാടി? കല്ലെടുത്തത്. ഓക്കെ ബൈ. ഇത് 2 ഷോട്ട് വെച്ചെടുക്കേണ്ടി വരും. ചവിട്ടി ഒന്ന് കട്ടി, ഇനി ഒന്നും കൂടി. കാറിനെ പറ്റി ഒരു റിവ്യൂ പറഞ്ഞു. കാറിനെ പറ്റി പറഞ്ഞു. കാറിന് റിവ്യൂ പറഞ്ഞു. നാളെ ഇനി സ്കൂളിൽ പോകുന്ന സ്കൂളിൽ നിന്ന് ഇതൊക്കെ ചോദിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി അതാ. വാഗണർ. അപ്പൊ അല്ലെ ഇങ്ങനത്തെ ഒരു കാർ എനിക്ക് പറയും, ഇതിനെ പറ്റി പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി എന്തെല്ലാം പറയാ. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ വണ്ടിയിൽ ലൈറ്റ് കത്തും. ലൈറ്റ് കത്തും. അത് മാത്രമല്ല ഇടിക്കെല്ലാം തുറക്കാൻ പറ്റും. ഇതിന്റെ ടയർ എല്ലാം അയക്കാനും പറ്റും. മോഡിഫൈഡ് അയക്കും. അത് ഞാൻ ഇത് മോഡിഫൈഡ് ആക്കും ചെയ്യാം. ലൈറ്റ് എല്ലാം അയച്ചിട്ട് ഇതിന്റെ വയറിന് ഇത് ഞാൻ പെയിന്റ് അടിച്ച് മോഡിഫൈ ചെയ്തതാണ്. ഇത് ഫുൾ മോഡിഫൈഡ് പെയിന്റ് അടി പരിപാടി വിഷയം ബമ്പർ ഉണ്ടോ ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം ഞാൻ വെച്ചതാ. ബ്ലാക്കിങ് അടിച്ചാ ബ്ലാക്ക് അതേ ബ്ലാക്കാ, വേറെ അടിച്ച. അത് മാത്രല്ല ഇത് ലോക്കൽ വെക്കാർക്ക് എല്ലാം ചെയ്യാൻ പറ്റും. എന്തായാലും അടുത്ത സാധനം അടുത്ത വണ്ടിയിൽ അടുത്ത വരുന്ന വണ്ടി ഏതാ? നാളെ ഡെലിവറി വരുന്ന വണ്ടി ഏതാ? നീ ഓർഡർ ചെയ്തേ
i20 ഉണ്ട്. i20 ഇപ്പോൾ മോഡിഫൈ അല്ലേ? അടുത്ത മോഡല് അടുത്ത വീഡിയോയിൽ വരുമ്പോ V6 ന്റെ കാർ മോഡിഫൈ ചെയ്യും ഫുള്ള്. അല്ല ഇപ്പൊ വേണേ കാണിച്ചു i20 എങ്ങനെയാ എടാ. i20 എങ്ങനെയാ മോഡിഫൈ ചെയ്യാ? i20 ആദ്യം പെയിന്റ് അടിക്കും. ഇതുപോലെ തന്നെ paint ചെയ്യും. ഓക്കെ ടയർ മോഡിഫൈ ചെയ്ത കാറുണ്ട്. ഇതാണ് മോഡിഫൈഡ് ചെയ്ത കാറ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു V6 ന്റെ കാറ്. ഇതൊരു കിട്ടിയത് ഡൽഹിയിലാണ്. ഞാൻ ഡൽഹി പോയപ്പോ വാങ്ങിയതാണ്. ഇതിന്റെ എലോയ് എല്ലാം ഞാൻ മറ്റേ R35 R34 അല്ലേ മോഡിഫൈ ചെയ്ത പെയിന്റ് അടിച്ച സഞ്ജു ടെക്കിന്റെ പോലത്തെ പെയിന്റ് അടിച്ചല്ലേ അതെടുത്ത് തരാം. ഇതെന്നാ മനസ്സിലായിനാ? ഇത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ മുട്ട ചെറുപ്പത്തിൽ പ്ലസ് ചപ്പാത്തി. ഇത് ചെറുപ്പത്തിൽ നല്ല ഫോൺ അടിച്ചു വെക്കും. ഇത് ചെറുപ്പത്തിൽ ഞാൻ പൊട്ടിച്ചതാ. ഇനി കുറച്ചും കൂടി ചെയ്യാനുണ്ട്. ഇത് ഡൽഹിയിൽ പോയി സ്വന്തം കാശ് കൊണ്ട് വാങ്ങിയതാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ബ്ലാക്ക് ആൻഡ് റെഡ്. ഗോഡ്സിന്റെ മോഡിഫിക്കേഷൻ. പിന്നെ ഇത് പിന്നെ മഴയും അത് കാണില്ല. ഓൺലി ഫുഡ്. ഇതെന്താ കടല വറുത്തത് ഹോംമെയ്ഡാണ്. ടൊമാറ്റോ. ഇത് ചപ്പാത്തി പ്ലസ് എഗ് ബുർജി. ഇത് ബലം. പിന്നെ ഇന്നൊന്നുമില്ല. ചായ. ഇത് വെയിറ്റ് ഇല്ലാണ്ടോ ഇങ്ങനെ. അല്ല ഹാപ്പി ഗൈസ് ഇത്രയുള്ള എന്റെ വീഡിയോ. ഫുൾ മോഡിഫിക്കേഷൻ. അടുത്ത വ്ലോഗിൽ ഫുൾ മോഡിഫിക്കേഷൻ ചെയ്യും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.